43-ാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ല? യെസ്. 43-ാമത്തെ ശ്ലോകത്തില് അർജുനൻ പറഞ്ഞു, അർജുനൻ പറഞ്ഞു നിർത്തിയതാണ്, അങ്ങേയറ്റം അതുല്യമായ ശക്തിവിശേഷത്ത് കൂടിയ ഭഗവാനാണ്, ഈ ലോകത്തിന് മുഴുവൻ പിതാവാണ് എന്ന് പറഞ്ഞു, ലോകത്തിന് മുഴുവൻ പൂജ്യനാണ്, ഉത്കൃഷ്ട ഗുരുവാണ് എന്ന് പറഞ്ഞു. അതേപോലെ പറഞ്ഞു, ഈ 3 ലോകത്തിലും അങ്ങേക്ക് തുല്യനായിട്ട് ആരും തന്നെ ഇല്ല. അത് പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ല? കഴിഞ്ഞ ഇതിൽ അത് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പൊ ഇവിടെ അർജുനന് അതെല്ലാം ഭഗവാനെ കുറിച്ച്, കൃഷ്ണന്റെ മഹത്വം മനസ്സിലാവുകയാണ്. അപ്പൊ അതിനുശേഷം പറയുകയാണ്, അങ്ങ് അതുല്യനാണ്, അങ്ങേക്ക് തുല്യനായിട്ട് ഈ 3 ലോകത്തിലും ആരുമില്ല. അതുകൊണ്ട് ഭഗവാനോട് അർജുനൻ പറയാണ്, ഞാൻ ഇതുവരെ ചെയ്തു പോയ, അങ്ങയോട് ചെയ്ത എല്ലാ തെറ്റുകളും അങ്ങ് പൊറുക്കണം എന്ന് പറയണം. എങ്ങനെ പൊറുക്കണം? ഒരച്ഛൻ മകനോട് എങ്ങനെയാണോ ക്ഷമിക്കുക, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് എങ്ങനെയാണോ ക്ഷമിക്കുക, ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണോ ക്ഷമിക്കുക, അതേപോലെ എന്റെ തെറ്റുകൾക്ക് അങ്ങ് ക്ഷമിക്കണം എന്ന് പറയണം. അടുത്ത ശ്ലോകത്തിൽ 44-ാമത്തെ ശ്ലോകത്തില് അതാണ് പറയണം. 44-ാമത്തെ ശ്ലോകം ചൊല്ലുക. തസ്മാത് പ്രമാണ്യ പ്രണിധ്യായ കായം പ്രസാദേ ത്വം മാഹി ശാമിദ്യം പ്രീതേവ പുത്രസ്യ സംകേവ സംഖ്യ പ്രിയാദ്രസി വേദ സോക്തും. 44-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയെ ത്വമഹമീശമേഠ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയായാർഹസി ദേവ സോഠും. അർജുനൻ ഭഗവാനോട് പറയണം, തസ്മാത് അതുകൊണ്ട്. ഏതുകൊണ്ട് ചോദിച്ചാൽ, ഈ ലോകത്തിന് അങ്ങ് പരമോത്കൃഷ്ടനായ ഗുരുവാണ്, പിതാവാണ്. അതുകൊണ്ട് ഈശം രക്ഷിതാവും അങ്ങാണ് എന്ന് പറഞ്ഞു. ഈഢ്യം അതുപോലെ സ്തുത്യർഹനുമായ അങ്ങയെ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പൊ ഇവിടെ അർജുനൻ ഏതവസ്ഥയിലാണ് നിൽക്കണം? ഭഗവാൻ അധീനമായിക്കൊണ്ടാണ്, മുഴുവൻ ശരണാഗതി ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങേക്ക് അധീനനായിട്ടുള്ള ഞാന് കായം പ്രണിതായ എന്നാണ്. കായം പ്രണിതായ എന്ന് പറഞ്ഞാൽ, കായം എന്ന് പറഞ്ഞാൽ ശരീരം. ഈ ശരീരം മുഴുവനും അങ്ങയുടെ പാദങ്ങളിൽ പതിപ്പിക്കുന്നു ഞാന്. എന്നിട്ടോ പ്രണമ്യ ദണ്ഡ നമസ്കാരം ചെയ്യണം. ഭഗവാന്റെ മുന്നിൽ അങ്ങനെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? പ്രസാദയെ അങ്ങയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ് ഈ ശരീരം കൊണ്ട് മുഴുവൻ ഞാൻ വീണ് നമസ്കരിച്ച് അങ്ങയെ പ്രസാദിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, പിതാ പുത്രസ്യ ഇവ, അച്ഛൻ മകന്റെ തെറ്റുകളെ ക്ഷമിക്കുന്നത് പോലെ, മകന്റെ എന്ന പോലെ, സഖാ സഖ്യുഹു സുഹൃത്തിന്റെ എന്ന പോലെ, പ്രിയായ ഭർത്താവ് ഭാര്യയുടെ എന്ന പോലെ, ദേവ അല്ലയോ നാഥ എന്ന് പറയാണ്, സോഠം എന്റെ തെറ്റുകളും ക്ഷമിക്കാൻ അങ്ങ് കടപ്പെട്ടവനായിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോ അങ്ങ് കടപ്പെട്ടവനായിരിക്കും, എന്റെ തെറ്റുകൾ പൊറുക്കാൻ അങ്ങ് കടപ്പെട്ടവനായിരിക്കുന്നു എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? അർജുനൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് പിതാവും സുഹൃത്തും ഭർത്താവും ഒക്കെ അങ്ങനെയാണ്, ആ ഭാവത്തിലാണ് അർജുനൻ നിൽക്കുന്നിപ്പോ. അപ്പൊ ഈ ലോകത്തിന് അങ്ങ് ഭഗവാനായ അങ്ങ് ഗുരുവാണ്, പിതാവാണ്, അതുകൊണ്ട് തന്നെ രക്ഷിതാവാണ്. അപ്പൊ അങ്ങയ്ക്ക് അധീനനായത് എന്തുകൊണ്ട് ഞാൻ എന്റെ ശരീരം മുഴുവനും പാദങ്ങൾക്ക് മുന്നിൽ നമസ്കരിക്കുന്നു, ദണ്ഡ നമസ്കാരം ചെയ്ത് അങ്ങയെ പ്രസാദിപ്പിക്കണം. അപ്പൊ അച്ഛൻ മകന്റെ തെറ്റുകൾ എങ്ങനെയാണോ ക്ഷമിക്കുന്നത്, അതുപോലെ ഒരു സുഹൃത്തിന്റെ തെറ്റുകൾ എങ്ങനെയാണോ ക്ഷമിക്കുന്നത്, ഭർത്താവ് ഭാര്യയുടെ തെറ്റുകൾ എങ്ങനെയാണോ ക്ഷമിക്കുന്നത്, അതേപോലെ എന്റെ തെറ്റുകൾ ക്ഷമിക്കാൻ അങ്ങ് കടപ്പെട്ടവനായിരിക്കണോ എന്നാണ്. അർഹസി ദേവസോഠു. അപ്പൊ ഇവിടെ ഈശ്വരന്റെ സ്വരൂപം വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നിടത്തോളം കാലം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തെറ്റുകൾ ഉണ്ടാവുന്നതാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവുന്നതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ എന്ത് പറയണം? ഈശ്വര സ്വരൂപം എന്താന്നുള്ളത് വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊന്നും തെറ്റായിരിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുവരെ, അത് മനസ്സിലാക്കാൻ കഴിയുന്നത് വരെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും, തെറ്റിന്റെ കലർപ്പുണ്ടാവും എന്നാണ് പറയുന്നത്. അതില്ലാതിരിക്കാൻ ആർക്കും സാധ്യമല്ല എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള
തെറ്റുകൾക്കൊക്കെ എന്താ മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പോംവഴിയേ ഉള്ളൂ, ഭഗവാനെ അഭയം പ്രാപിക്കുക, സർവാത്മന ഭഗവാനോട് ശരണാഗതി ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ അർജുനൻ ആവശ്യപ്പെടുന്നത് എന്താണ്? അച്ഛനെ പോലെയും സുഹൃത്തിനെ പോലെയും ഭർത്താവിനെ പോലെയും അങ്ങ് എന്റെ തെറ്റുകൾ ക്ഷമിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതാണ് അച്ഛന്റെ വാത്സല്യം, അല്ലെ, ഒരു പിതാവിന്റെ വാത്സല്യം, അതുപോലെ ഒരു സുഹൃത്തിന്റെ സ്നേഹം, ഭർത്താവിന്റെ പ്രേമം, ഇതെല്ലാം കൂടി ഒരുമിക്കുന്ന ഒരു കാരുണ്യം അങ്ങ് എന്നിൽ ചൊരിയൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ വേണം എന്നോട് ബിഹേവ് ചെയ്യാൻ. അപ്പോ അർജുനൻ ഇവിടെ ഒരു പുത്രന്റെയും സുഹൃത്തിന്റെയും ഭാര്യയുടെയും സ്നേഹത്തെ ഒക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. എല്ലാ സ്നേഹവും ചേർത്തുകൊണ്ടാണ് അർജുനൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ശരണം പ്രാപിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ രീതിയിൽ എല്ലാ ഭാവങ്ങളിലും, അല്ലെ, ആ രീതിയിൽ ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഭക്തന്റെ ഏത് തെറ്റും ക്ഷമിക്കാൻ ഭഗവാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് അങ്ങ് എന്നോട് ക്ഷമിക്കാൻ കടപ്പെട്ടവനാണെന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ആ കാര്യത്തില് അപ്പൊ അങ്ങനെയുള്ള ഭക്തരോട് ഭഗവാൻ എന്നും ക്ഷമിക്കും എന്നാണ് സൂചിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ ഭഗവാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അർജുനൻ പറയാൻ പോകുന്നത്, ഇപ്പോ ഭഗവാന്റെ വിശ്വരൂപാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലസ്വരൂപനാണ് എന്ന് പറഞ്ഞു, ഞാൻ കാലോസ്മി എന്ന് പറഞ്ഞു ഭഗവാൻ, ഞാൻ കാലസ്വരൂപനാണ്. അപ്പൊ കാലസ്വരൂപനായ ഭഗവാന്റെ ആ ഒരു സംഹാര രൂപം എന്ന് പറഞ്ഞാൽ ദംഷ്ട്രകളൊക്കെ അങ്ങനെ കാണിച്ചുകൊണ്ടുള്ള ഭീകരമായ ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള ആ രൂപം, ആ സംഹരിക്കാൻ തയ്യാറായി നിൽക്കുന്ന രൂപം അർജുനന് ഇനിയും അധിക സമയം കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല എന്നാണ് അർജുനൻ പറയുന്നത്. എനിക്കിനി കരുത്തിൽ ഇനി കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ആ രൂപം കണ്ടതിൽ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂടെ തന്നെ എനിക്ക് പേടി ഉണ്ടാവുന്നുണ്ട്, എനിക്ക് ഭയം ഉണ്ടാവുന്നുണ്ട്. എനിക്ക് അങ്ങയുടെ ഈ വിശ്വരൂപ ദർശനത്തിൽ എനിക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് ഭയം എന്നെ ബാധിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം, അങ്ങ് ആദ്യം കാണിച്ചല്ലോ ഈ വിശ്വരൂപ ദർശനത്തിന് തൊട്ട് മുമ്പ് കാണിച്ചു തന്ന ഒരു വൈഷ്ണവ രൂപമുണ്ടല്ലോ, ആ വൈഷ്ണവ രൂപത്തില് വന്ന് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പറയാനായിട്ട് പോകുന്നത്. 45-ാമത്തെ ശ്ലോകം ചൊല്ലിക്കും. അദൃഷ്ടപൂർവം ഋഷീത്തെ സ്മൃദൃഷ്ടാ ഭയേന ച പ്രവിസ്ഥിതം മനേ മേ തദേവ മേ സദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. അടുത്തതിൽ പറയാം, അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വ ഭയേന ച പ്രവ്യഥിതം മനോമേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഭഗവാനോട് പറയണ, കൃഷ്ണനോട് പറയണ, ദേവ അല്ലയോ ഭഗവാൻ, അദൃഷ്ടപൂർവം ദൃഷ്ടുവ എന്ന് പറഞ്ഞാൽ മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ രൂപം കണ്ടിട്ട്, അസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ സന്തുഷ്ടനാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ ഒരു രൂപം കണ്ടിട്ട് എൻ്റെ ഉള്ളിൽ വളരെയധികം സന്തുഷ്ടി തോന്നുന്നുണ്ട്. പക്ഷേ എന്റെ മനസ്സ്, മേ മനഃ, എന്റെ മനസ്സ് ഭയേന പ്രവ്യഥിതം, ഭയം കൊണ്ട് അങ്ങേറ്റം വ്യാകുലമായി തീർന്നിരിക്കുന്നു എന്ന് പറയും. തത്, അപ്പൊ അതുകൊണ്ട് തത് ഏവരൂപം, അതുകൊണ്ട് ആ പഴയ വൈഷ്ണവ രൂപം തന്നെ എനിക്ക് ദർശയ, കാട്ടിത്തരൂ എന്ന് പറയുന്നത്. ദേവേശ അല്ലയോ ദേവദേവ, ജഗന്നിവാസ പറഞ്ഞാൽ ജഗതീശ്വര, ജഗത്തിൽ മുഴുവൻ വസിക്കുന്നവനെ, പ്രസീത എന്നിൽ പ്രസന്നനാവൂ എന്ന് പറയാണ്. കൃഷ്ണനോട് പറയണ, ഭഗവാനെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഈ രൂപം കണ്ടിട്ട് ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്, അതിൽ സംശയമില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ ഭയം കൊണ്ട് എന്റെ മനസ്സാകെ വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് ആ പഴയ വൈഷ്ണവ രൂപം എനിക്ക് കാണിച്ചു തരൂ, അല്ലയോ ദേവദേവ, എന്നിൽ പ്രസന്നനാവൂ എന്ന് പറയാം. ഭയേനച്ച പ്രവ്യഥിതം എന്നാൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഈ വിശ്വരൂപം കണ്ടതുകൊണ്ട് ഈശ്വരന്റെ സ്വരൂപം കുറെയൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറെയൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞു. അതുകൊണ്ടാണ് സന്തോഷിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറയാനുള്ള കാരണം. കാരണം ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഈശ്വരന്റെ സ്വരൂപം കുറെയൊക്കെ ഇപ്പൊ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഈ സംഹാര രൂപം തുടർന്ന് കണ്ടു നിൽക്കാനുള്ള കഴിയുന്നില്ല എനിക്ക്. അതാണ് ഭയത്തിനുള്ള കാരണം. ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതെനിക്ക് ഭയം ഉണ്ടാവണം എൻ്റെ ഉള്ളില്. അതെന്തുകൊണ്ടാണ്, എന്താ കാരണം? ഭഗവാനെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഭയം ഉണ്ടാവാനുള്ള കാരണം?
അല്ലെ? ഭഗവാനെ കാണുമ്പോൾ ഭയം തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളില് അഹന്ത മമതകൾ ഉള്ളത് കൊണ്ടാണ്. അഹന്തയും ഞാനും എന്റേത് എന്നുള്ള ഭാവം എത്രത്തോളം നമ്മളുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടോ അത്രയും കാലം ഭഗവാനോട് ഭയമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനെ കണ്ട് ഇപ്പോ നദി സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നദിയില്ല, സമുദ്രം മാത്രമേ ഉള്ളൂ. അല്ലെ? എന്ന് പറഞ്ഞാൽ നദിയുടെ എക്സിസ്റ്റൻസ് ഇല്ലാതെയാവുക, നദിയുടെ നിലനിൽപ്പ്, നദിയുടെ ഐഡന്റിറ്റി ഇല്ലാതെ. അതേപോലെ തന്നെ യഥാർത്ഥത്തില് നമ്മള് ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനായി മാറുകയാണ്. അവിടെ ഞാനില്ല പിന്നെ. അപ്പൊ എന്റെ ഐഡന്റിറ്റി നഷ്ടമാവുകയാണ്. അപ്പൊ ഈ അഹന്തയും മമതയും ഉള്ളിടത്തോളം കാലം ഈ ഞാൻ എന്റെ എന്നുള്ള ഐഡന്റിറ്റി നഷ്ടപ്പെടുത്താൻ നമുക്ക് ഭയമാണ്. അതാണ് പേടി. എന്റെ അസ്തിത്വം ഇല്ലാതോ, ഞാനും എന്റേതുമായിട്ടുള്ളത് ഇല്ലാതാവോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഭയം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈശ്വരനെ ഭയക്കണം നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അർജുനൻ പറയുന്നത് എന്താണ്? എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ, എനിക്ക് പേടിയുണ്ട്. കാരണം അർജുനന് പൂർണ്ണമായിട്ടും അഹന്ത മമതകൾ ഇല്ലാതായിട്ടില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ആ വളരെ കുളിർമയേകുന്ന ശീതളമായ ആ സത്വഗുണം നിറഞ്ഞ, സത്വഗുണം കൊണ്ട് പ്രകാശിക്കുന്ന ശാന്തസുന്ദരമായ വൈഷ്ണവ രൂപം കാണിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് ഇവിടെ അർജുനൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ അർജുനൻ പറയുന്ന ഭഗവാന്റെ ഏത് രൂപമാണ് എനിക്ക് കാണാൻ ഇഷ്ടം, അതിനെക്കുറിച്ച് ഏത് രൂപം കാണാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് അടുത്ത ശ്ലോകത്തില് അർജുനൻ പറയുന്നത്. 46-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. കിരീടിനം ഗതീനം ചക്രഹസ്തിദമിച്ഛാമി തതം ദൃഷ്ടമഹം തദേവ തൈനേവ രൂപേണ ചതുർഭുജേന സഹ ഭ്രേഹോവ വിശ്വമൂർത്തേ. അടുത്ത ശ്ലോകത്തില് അർജുനൻ പറയാണ് എങ്ങനെയുള്ള ഭഗവാന്റെ ഏത് രൂപമാണ് എനിക്ക് കാണാൻ ഇഷ്ടം എന്ന് പറയാം. ഏതാണ് രൂപം? കിരീടിനം ഗതിനം ചക്രഹസ്തമിച്ഛാമി ത്വാം ദൃഷ്ടുമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. അപ്പൊ എങ്ങനെയുള്ള രൂപമാണ് കണ്ടത്? തദൈവ എന്ന് പറഞ്ഞാൽ തദൈവ മുമ്പ് കണ്ടതുപോലെ തന്നെ. മുമ്പൊരിക്കൽ അങ്ങ് എനിക്ക് കാണിച്ചു തന്നല്ലോ. ത്വാം അങ്ങയെ എങ്ങനെയാണ് കണ്ടത്? കിരീടിനം, കിരീടം ധരിച്ചവനായിട്ട്. ഈ കാലസ്വരൂപനായിട്ട് ആ ദർശനം കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് വിഷ്ണുവിന്റെ രൂപം കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് രൂപം കാണിച്ച? കിരീടിനം, കിരീടം ധരിച്ചവനായിട്ടും, ഗതിനം കയ്യില് ഗത ഉള്ളവനായിട്ടും, ചക്രഹസ്തം എന്ന് പറഞ്ഞാൽ ചക്രായുധം കയ്യിലേന്തിയവനായിട്ട്, അഹം ഞാൻ ദൃഷ്ടുമിച്ച അങ്ങനെ കാണാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയാം. ഇത് പറയണ സഹസ്രബാഹോ 1000 കൈകളുമായിട്ട് പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന വിശ്വമൂർത്തി അല്ലയോ വിശ്വരൂപ, എന്ത് വേണം? തേന ഏവ മുമ്പ് കണ്ട പ്രകാരത്തിലുള്ള ചതുർഭുജേന രൂപേണ 4 കൈയുള്ള വിഷ്ണു രൂപത്തില് അങ്ങ് എന്റെ മുന്നിൽ പ്രകാശിക്കുവോ എന്ന് പറയും, എന്റെ മുന്നിൽ പ്രത്യക്ഷനാവോ എന്ന് ഭഗവാനോട് പറയും. അപ്പൊ ഇവിടെ അർജുനന്റെ ആഗ്രഹം ഇതാണ്. ഇതിന് തൊട്ടു മുമ്പ് കണ്ടതുപോലെ കിരീടം വെച്ചുകൊണ്ട് ഗത കയ്യിലായിട്ട് ചക്രായുധമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇപ്പൊ കാണുന്നത് എങ്ങനെയാണ്? സഹസ്രബാഹുവാണ്, 1000 കൈകളായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിശ്വരൂപ, ഞാൻ മുമ്പ് കണ്ടതുപോലുള്ള 4 കൈയുള്ള വിഷ്ണു രൂപം അതില് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടൂ എന്ന് പറയാണ്. തേനൈവ രൂപേണ ചതുർഭുജേന. അപ്പൊ അർജുനന്റെ ആഗ്രഹം ഇതാണ്. കിരീടമൊക്കെ വെച്ച് ശംഖം ചക്രം ഗദാ പങ്കജം ഇതൊക്കെ വെച്ചുകൊണ്ട് 4 കൈകളായിട്ട് ചതുർഭുജനായ വിഷ്ണുവിനെ കാണാനാണ് അർജുനന്റെ ആഗ്രഹം. കാരണം അത് തൊട്ടു മുമ്പ് ഈ വിശ്വരൂപ ദർശനത്തിന്റെ ഇടയില് ആ പ്രകാശത്തിന്റെ മധ്യത്തില് അർജുനൻ മുമ്പ് വിഷ്ണു രൂപം കണ്ടിട്ടുണ്ട്. അല്ലെ? ഭഗവാന്റെ വിഷ്ണു രൂപം ധരിച്ചു. എന്റെ മുമ്പൊരു ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിഷ്ണു രൂപം എന്ന് പറഞ്ഞാൽ അത് ശാന്തമാണ്. കാരണം സത്വഗുണം നിറഞ്ഞിരിക്കുന്നതാണ് വിഷ്ണു രൂപം. അപ്പൊ അത് ശാന്തതയാണ്. അതേപോലെ തന്നെ മനോഹരമായതാണ് ആ രൂപം. പേടിപ്പെടുത്തുന്നതല്ല ആ രൂപം. അപ്പൊ വിഷ്ണുവിന്റെ രൂപം വളരെ മനോഹരമാണ്, സൗകുമാര്യമായതാണ്, സത്വഗുണം നിറഞ്ഞതാണ്, ശാന്തമായതാണ് ആ രൂപം. അതുകൊണ്ടാണ് അർജുനൻ ആ രൂപം കാണാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അർജുനൻ ഇനിയും പാകത വന്നിട്ടില്ലയോ. കാരണം വിഷ്ണുവിന്റെ ആ ഒരു രൂപം, ആ ഒരു സങ്കല്പത്തിന് അപ്പുറത്തുള്ള സത്യം കാണാനുള്ള മെച്യൂരിറ്റി അർജുനന് വന്നിട്ടില്ല. അർജുനന്റെ മനസ്സിന് ഇനി വന്നിട്ടില്ല. അതുകൊണ്ടാണ് അർജുനൻ എനിക്ക് ആ രൂപം കണ്ടാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനെ ആഗ്രഹിച്ചു എന്നാണ് കുറച്ച് സമയത്തേക്ക് തന്റെ ആ ഒരു പ്രഭാവം ഒന്ന് അർജുനന് കാണിച്ചു കൊടുക്കണം. ഇത്രേ ഭഗവാന് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ.
കാരണം എന്തുകൊണ്ടാണ് അത് കാണിച്ചു കൊടുക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രൂപം തന്റെ ഈ പ്രഭാവം ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ആ ഒരു ഓർമ്മ ഉണ്ടാവും. ആ ഭഗവാന്റെ ഓർമ്മ ഉള്ളിടത്തോളം കാലം പിന്നെ കർമ്മയോഗം വിട്ടുവീഴ്ച കൂടാതെ അർജുനൻ അനുഷ്ഠിച്ചോളും. എന്ന് മാത്രമല്ല, ആ സത്യദർശനത്തിന് ക്രമത്തിൽ അദ്ദേഹം പാകതയിൽ വരും എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് വിശ്വരൂപം ഒന്ന് കാണിച്ചു കൊടുത്തത് ആദ്യം. അപ്പൊ ഈശ്വരന്റെ സ്മരണ നിലനിൽക്കുകയും ചെയ്യും, തന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും അർജുനന് സാധിക്കും. അതുകൊണ്ടാണ് ഇത് കാണിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഭഗവാൻ ഇവിടെ തന്റെ വിശ്വരൂപം അവസാനിപ്പിച്ച് അർജുനനെ സമാധാനിപ്പിക്കാനായിട്ട് പുറപ്പെടുകയാണ് അർജുനൻ. അപ്പൊ ഇനി ഭഗവാൻ പറയുന്നത് ഇതാണ്, ഭഗവാൻ അർജുനനെ സമാധാനിപ്പിക്കാൻ. അപ്പൊ 47-ാമത്തെ ശ്ലോകത്തില് ഭഗവാനാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. 47-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളൂ. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ ഉവാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാൽ തേജാത്മയം വിശ്വമനന്തമാദ്യം യന്മേത്വനേന ച ദൃഷ്ടപൂർവം. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാൻ ഉവാച. ഇനി ഭഗവാനാണ് പറയാൻ പോകുന്നത്. മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേത്വതന്യേന ന ദൃഷ്ടപൂർവം. അർജുനോട് പറയണം, അല്ലയോ അർജുന, തേജോമയം, തേജസ് വമിക്കുന്ന സർവത്ര പ്രകാശം നിറഞ്ഞതും വിശ്വം, ഈ പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ നിൽക്കുന്നതും അനന്തമായ എന്ന് പറഞ്ഞാൽ അവസാനം കാണാനില്ലാത്തതും ആദ്യം പ്രപഞ്ചത്തിന്റെ മുഴുവൻ തുടക്കവുമായ എന്റെ ഈ വിശിഷ്ടമായ ഈശ്വരരൂപം, ഇതം പരം രൂപം, ഈ വിശിഷ്ടമായ ഈശ്വരരൂപം പ്രസന്നേന മയാ എന്ന് പറഞ്ഞാൽ നിന്നിൽ സന്തുഷ്ടനായ എന്നാൽ എന്നർത്ഥം. ആത്മയോഗ, ആത്മശക്തിയെ ആശ്രയിച്ച് തവ ദർശനം നിനക്ക് കാണിക്കപ്പെട്ടു എന്ന് പറയണം. നിന്നോട് സന്തോഷമുള്ള, നിന്നിൽ പ്രസന്നനായതുകൊണ്ടാണ് ഞാൻ എന്റെ ഈ ഒരു വിശ്വരൂപം നിനക്ക് കാണിച്ചു തന്നത്. യത് ഈ രൂപം തദന്യന നിനക്ക് തുല്യം എന്റെ അനുഗ്രഹത്തിന് പാത്രമാകാത്തവരാല്, എന്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ലാത്തവർക്ക് ദൃഷ്ടപൂർവം മുമ്പ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയാം. കാരണം നിനക്ക് എന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ രൂപം കാണിച്ചു തന്നത്. പക്ഷേ നിന്നോളം എന്റെ അനുഗ്രഹം ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ ഞാൻ ആർക്കും ഈ രൂപം കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, അല്ലയോ അർജുന, സർവത്ര പ്രകാശം നിറഞ്ഞതും പ്രപഞ്ചാകാരം കൈക്കൊണ്ടതുമായ അനന്തമായ അവസാനം കാണാനില്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ തുടക്കമായ വിശിഷ്ടരുമായ ഒരു ഈശ്വരരൂപം നിന്നിൽ സന്തുഷ്ടനായതുകൊണ്ടാണ് ഞാൻ എന്റെ ആത്മശക്തിയെ ആശ്രയിച്ച് നിനക്ക് ഞാൻ കാണിച്ചു തന്നത് എന്ന് പറയാണ്. അപ്പൊ ഈ രൂപം ഇതിനു മുമ്പ് നിന്റെ അത്രയും അനുഗ്രഹം ലഭിക്കാത്തവർക്കൊന്നും ഈ രൂപം ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്നോളം അനുഗ്രഹിക്കപ്പെട്ടുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. കാരണം ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല, അല്ലെ? നിനക്ക് തുല്യം എന്റെ അനുഗ്രഹം കിട്ടാത്തവർക്കൊന്നും എന്റെ ഈ രൂപം കണ്ടിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്റെ അടുത്ത് മുമ്പ് കുറച്ചു പേർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രൂപം, വിശ്വരൂപം, അല്ലെ? അത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ത്വദന്യേന ന ദൃഷ്ടപൂർവം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ സത്യാന്വേഷണത്തിന്റെ മാർഗത്തില് സത്യാന്വേഷികൾക്ക് ആ സത്യാന്വേഷണ മാർഗത്തില് മുന്നോട്ട് പോകും തോറും ആ പൂർണ്ണമായിട്ടുള്ള സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാവുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയിൽ നിന്ന് അവർക്ക് വികസിക്കും തോറും പലതരത്തിലുള്ള ദർശനങ്ങൾ അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇതിന്റെ മാർഗത്തില് ഓരോ സ്റ്റേജിൽ എത്തുന്നതോറും ഓരോ സ്റ്റേജിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കും തോറും ഓരോരോ ദർശനങ്ങൾ അവർക്ക് ഉണ്ടാവാം. അപ്പൊ എന്തിനാണ് ആ ദർശനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, അതിന്റെ പ്രകടനമായിട്ടാണ് അത് കാണിക്കുന്നത്. ഭഗവാന്റെ പ്രസാദമുണ്ട്, ഭഗവാൻ സന്തോഷിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അത്തരം ദർശനങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹ പ്രകടനങ്ങളാണ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇഷ്ടദേവത ഉപാസിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ ഉപാസകന്മാർക്ക് അവരുടെ ധ്യാനം ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഇഷ്ടദേവയുടെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കാൻ നൽകും. അതൊക്കെ സാധ്യമാണ് എന്നാണ് പറയുന്നത്. അതിനുള്ള ദർശനങ്ങൾ ഉണ്ടാവും അവർക്ക്. അതേപോലെ യോഗം അഭ്യസിക്കുന്നവർക്ക് മനസ്സ് വികസിച്ച ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ആ പ്രാണസാക്ഷാത്കാര രൂപത്തിലുള്ള വിശ്വരൂപ ദർശനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതൊക്കെ മനസ്സിന്റെ ഓരോരോ സ്റ്റേജിൽ ഉണ്ടാവുന്ന ദർശനങ്ങളാണ്, അനുഭവങ്ങളാണ് എന്ന് പറയുക.
അപ്പൊ ഇങ്ങനെ ആ വിശ്വരൂപ ദർശനത്തിന് ആ പാകമായി നിൽക്കുന്നവരുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് അവിടെ അർജുനൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്, നീ അല്ലാതെ ഈ രൂപം ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല എന്ന് പറയാനുള്ള കാരണം അത്. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ വാമനാവതാരത്തിൽ ഭഗവാൻ മഹാബലിക്ക് ഈ രൂപം വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട് മുമ്പ്. വാമനാവതാരത്തിൽ മഹാബലിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വാമനാവതാരത്തില്. കൃഷ്ണാവതാരത്തില് ബ്രഹ്മാവിനത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യശോദാ മാതാവിന് ഈ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെ? അതേപോലെ തന്നെ കുറച്ചു മുമ്പ് എന്താണ് ദുര്യോധനനും ഭീഷ്മർക്കും ദ്രോണർക്കും ഒക്കെ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദുര്യോധനനും ഈ വിശ്വരൂപം കാണാൻ കുറച്ചൊക്കെ അർഹനായി എന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ദുര്യോധനന്റെ മനസ്സിൽ ദുര്യോധനന്റെ മനസ്സ് കൃഷ്ണനിൽ ഏകാഗ്രപ്പെട്ടിട്ടുണ്ട്. എന്താ കാരണം ചോദിച്ചാൽ ഭയം കൊണ്ട്. ദുര്യോധനന് കൃഷ്ണനെ ഭയമായിരുന്നു. അപ്പൊ ആ ഭയം വർദ്ധിച്ച് മനസ്സിൽ എപ്പോഴും കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അപ്പൊ ദുര്യോധനന്റെ മനസ്സ് കൃഷ്ണനിൽ ഏകാഗ്രമായി, കാരണം പേടി കൊണ്ട്. അങ്ങനെയും ദുര്യോധനൻ അർഹത വന്നു വിശ്വരൂപ ദർശനത്തിന് എന്ന് പറയാണ്. അപ്പൊ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് മുമ്പ്. അപ്പൊ വിശ്വരൂപ ദർശനത്തിന് ആവശ്യം യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഭഗവാനിൽ ഏകാഗ്രപ്പെടണം. അത്രേ ഉള്ളൂ. ഭഗവാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ മനസ്സിൽ. അത് ഏത് രൂപത്തിലായാലും, ഭയം കൊണ്ടാവാം, വെറുപ്പ് കൊണ്ടാവാം, ദേഷ്യം കൊണ്ടാവാം, സ്നേഹം കൊണ്ടാവാം, ഏത് രൂപത്തിലെങ്കിലും മനസ്സ് ഭഗവാനിൽ അങ്ങനെ ഉറച്ചു നിന്നാ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനുള്ള അർഹത ഉണ്ടാവും എന്നാണ് പറയുന്നത്, ഏത് രൂപത്തിലായാലും. അപ്പൊ എതിർത്താലും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. എതിർക്കുകയാണെങ്കിലും ഉള്ളില് ആ ഭഗവാൻ, അല്ലെ? നമുക്ക് ആരോടാണോ ദേഷ്യം തോന്നുന്നത്, അപ്പൊ ആരോടെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ചായിരിക്കും കൂടുതൽ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആരോടെങ്കിലും വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ചായിരിക്കും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് ഭഗവാനാണ് വെറുപ്പ് തോന്നുന്നത് നല്ലതാ ഒരു കണക്കിന്. കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ച് ഭക്തി തോന്നുന്നതിനേക്കാൾ നല്ലത് വെറുപ്പ് തോന്നണതാണ് നല്ലത്. കാരണം ഭക്തി തോന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഭഗവാനിൽ മനസ്സ് ഉറക്കില്ല, മറ്റു പലതിലും പോയിക്കൊണ്ടിരിക്കുക, അനന്യഭാവം വരുന്നില്ല, അല്ലെ? അവന് ദേഷ്യം വന്നാലാവോ നോക്കുക എന്ന് വെച്ചാൽ ദേഷ്യപ്പെടണം എന്നല്ല പറയുന്നത്. അങ്ങനെ ആവുമ്പോഴും ഭഗവാൻ തന്നെയായിരിക്കും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക എപ്പോഴും. അപ്പോഴും ഈ ദർശനത്തിന് യോഗ്യരാകും എന്നാണ് പറയുന്നത്. അപ്പൊ വിശ്വരൂപ ദർശനത്തിന് ഭഗവാനിൽ മനസ്സ് ഏകാഗ്രമാവണം എന്നാണ്. അതാണ് മനസ്സിന്റെ പാകത എന്ന് പറയുന്നത്. അല്ലാതെ പുറമേയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ ഓരോ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടോ ഒന്നും ഈ ദർശനം ഉണ്ടാവാൻ പോകില്ല എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അർജുനനോട് പറയുകയാണ്. പുറമേ കുറെ കാര്യങ്ങൾ പുറമേക്ക് ചെയ്തു കൂട്ടിയതുകൊണ്ടൊന്നും എന്റെ ഈ രൂപം കാണാനായിട്ടുള്ള യോഗ്യത കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പറയാം. അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. അതും കൂടി നമ്മൾക്ക് നോക്കാം. ആ ഒരു ശ്ലോകം കൂടി നോക്കാം. 48ാമത്തെ ശ്ലോകം ചൊല്ലുക. തപോർഭിരുഗേ ഏവം രൂപ ശക്യ അഹം ത്രിലോക ദൃഷ്ടോം തതേന കുരു പ്രവീര. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ന വേദയജ്ഞാധ്യയനൈർനൈധാനൈർ ന ചക്രിയാഭിർന തപോവിരുഗ്രൈ ഏവം രൂപ ശക്യ അഹം നിർലോകെ ദൃഷ്ടും ത്വദന്യേന കുരുപ്രവീര. എന്താണ് പറയുന്നത്? കുരുപ്രവീര എന്ന് പറഞ്ഞാൽ അല്ലയോ അർജുന, നിർലോക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യലോകത്ത് ഏവം രൂപ അഹം, വിശ്വരൂപനായ ഈ ഞാന്, ത്വദന്യേന നിന്നെ പോലെ അനുഗ്രഹത്തിന് യോഗ്യത ഇല്ലാത്ത ഒരാൾക്ക്, അനുഗ്രഹം കിട്ടാത്ത ഒരാൾക്ക് മനുഷ്യലോകത്തില് വേദയജ്ഞാധ്യയനൈ എന്നാൽ വേദങ്ങളും യജ്ഞങ്ങളും ഒക്കെ വേറെ വേറെ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടൊന്നും, ഇതൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ദൃഷ്ടും ന ശക്യ, എന്നെ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. വേദങ്ങൾ പഠിച്ചുകൊണ്ടൊന്നും എന്നെ കാണാൻ സാധിക്കില്ല. പിന്നെ യജ്ഞങ്ങള് വേറെ വേറെ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതനുഷ്ഠിച്ചും എന്നെ കാണാൻ സാധിക്കില്ല എന്നാണ്. പിന്നെയോ ദാനധർമ്മങ്ങൾ കൊണ്ട് എന്നെ കാണാൻ സാധിക്കില്ല എന്ന്. പിന്നെ ക്രിയാഭിന്നച്ചന, പലതരം പൂജാകർമ്മങ്ങൾ കൊണ്ടൊന്നും എന്നെ കാണാൻ സാധിക്കില്ല. പിന്നെയോ ഉഗ്രൈഹി തപോഭിന, ഉഗ്രമായ തപസ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ടുള്ള ഉഗ്രമായ തപസ്സുകൾ കൊണ്ടും എന്നെ ദർശിക്കാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ പറയും. അർജുനോട് പറയണം, അല്ലയോ അർജുന, മനുഷ്യലോകത്ത് ഈ വിശ്വരൂപനായിട്ടുള്ള ഈ ഞാന്
നിന്നെ പോലെ അനുഗ്രഹം നേടാത്ത ഒരാൾക്ക് ഞാൻ എന്റെ ദർശനം കൊടുക്കില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്നെ ദർശിക്കണമെങ്കിൽ നിനക്ക് എന്റെ അനുഗ്രഹം ലഭിച്ച പോലെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഞാൻ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ എന്ന് പറയാണ്. അല്ലാതെ ഒരാള് വേദങ്ങള് യജ്ഞങ്ങളൊക്കെ വേറെ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടോ ഒന്നും എന്നെ കാണാൻ സാധിക്കില്ല. ദാനധർമ്മങ്ങൾ കൊണ്ട് എന്നെ കാണാൻ പറ്റില്ല. പലതരത്തിലുള്ള പൂജാകർമ്മങ്ങൾ കൊണ്ട് എന്നെ കാണാൻ സാധിക്കില്ല. ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ടുള്ള ഉഗ്ര തപസ്സുകൾക്കൊന്നും എന്നെ കാണാൻ സാധ്യമല്ല. അപ്പൊ ഇവിടെ വിശുദ്ധ രൂപ ദർശനം എങ്ങനെയാണ് കാണേണ്ടത് എന്ന് പറയാൻ, എങ്ങനെ സാധിക്കുക എന്ന് പറയാൻ. ഈ സത്യദർശനം, സത്യം കാണാനുള്ള മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് എന്താണ് വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നിഷ്കാമ ഭക്തി വേണം. എങ്ങനെയുള്ള വസ്തുബോധം, സത്യം എന്താന്നുള്ള ബോധം ഉള്ളിൽ ഉണ്ടാവണം. പിന്നെയോ നിഷ്കാമ ഭക്തി ഉണ്ടാവണം, ചിത്തശുദ്ധിയും ഉണ്ടാവണം എന്നാണ്. ഇതുണ്ടെങ്കിൽ ഭഗവാനെ കാണാൻ ദർശനത്തിന് സാധിക്കുള്ളൂ എന്നാണ്. ഇപ്പോ വേദം പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ യജ്ഞം, ദാനം, തപസ് ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രം കാണില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ്, വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ വേദാധ്യയനവും യജ്ഞം, ദാനം, തപസ് ഇതൊക്കെ ചിത്തശുദ്ധിക്ക് വഴിവെക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെ നിഷ്കാമ ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ അതില്ലാതെ ഇത് മാത്രം വേദാധ്യയനവും യജ്ഞവും ദാനവും തപസ് അനുഷ്ഠിച്ചതുകൊണ്ട് മാത്രം എന്നെ കാണാൻ പറ്റില്ല. എന്നെ കാണണമെങ്കിൽ മനസ്സ് ശുദ്ധമാവണം എന്നാണ് ചുരുക്കം. അതാണ് പറയുന്നത്. മനസ്സിലായോ? കേട്ടോ എല്ലാവരും? ചിത്തശുദ്ധിയാണ് പ്രധാനം, അല്ലാതെ പുറമേക്ക് വേറെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നിഷ്കാമ ഭക്തി ഉണ്ടാവണം, ചിത്തശുദ്ധി ഉണ്ടാവണം. അപ്പോ ഈ വേദാധ്യയനം കൊണ്ട്, യജ്ഞം കൊണ്ട്, ദാനം കൊണ്ട്, തപസ്സുകൊണ്ട് നിഷ്കാമ ഭക്തിയോ ചിത്തശുദ്ധിയോ ഉണ്ടായിട്ടില്ലെങ്കിൽ സത്യദർശനത്തിന് ഒരു ഉപകാരവും ഇല്ല എന്ന് മാത്രമല്ല, അതിന്റെ വിപരീത ഫലമാണ് ഉണ്ടാവുക എന്നാണ്. എന്താണ് വിപരീത ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വേദങ്ങൾ അറിയാം, ഞാൻ വേദാധ്യയനം ചെയ്യുന്നുണ്ട്, യജ്ഞം ചെയ്യുന്ന ആളാണ്, യജ്ഞം അനുഷ്ഠിക്കുന്ന ആളാണ്, ദാനം ചെയ്യുന്ന ആളാണ്, തപസ് ചെയ്യുന്ന ആളാണെന്നൊക്കെയുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അഹങ്കാരം വളരും, ദമ്പദർഭാഭിമാനം ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഭേദചിന്ത ഉണ്ടാവും, സങ്കുചിത ഭാവം ഉണ്ടാവും. ഇതൊക്കെയാണ് വളരുന്നെങ്കിൽ ഒരിക്കലും സത്യത്തിനോട് അടുക്കില്ല എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല ഈശ്വരനിൽ നിന്ന് അകന്നകന്നു പോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതാണ്. അപ്പൊ ഈ വേദങ്ങളിൽ പറയുന്നതാണ് കർമ്മകാന്ഡം, വേദത്തിലൊരു ഭാഗമാണ്. അത് വേണ്ട പോലെ അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത് സമൂഹത്തിനൊരു ശാപമായി മാറുന്നത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അല്ലെ, ചിലർ ഇത്തരം കർമ്മങ്ങളൊക്കെ ഗംഭീരമായിട്ട് അനുഷ്ഠിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവും. അവർക്ക് ഒരിക്കലും ഈശ്വരനിലേക്ക് എത്താൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഇത് ചെയ്യുന്നത് തെറ്റാണെന്നല്ല പറയണം. വേദത്തില് കർമ്മകാണ്ഡ വേദഭാഗം അത് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അതും അനുഷ്ഠിക്കുമ്പോ എന്ത് വേണം? ചിത്തശുദ്ധി ഉണ്ടാവണം, നിഷ്കാമ ഭക്തി ഉണ്ടാവണം. അതിലേക്ക് നയിക്കില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേട്ടോ എല്ലാവരും? അപ്പൊ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ പൂജ തുടങ്ങിയ സാധനാനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ ഏതിലേക്ക് വഴിവെക്കണം? ചിത്തശുദ്ധിക്ക് വഴിവെക്കണം. നിഷ്കാമ ഭക്തി അതിലൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് സത്യത്തിലേക്ക് അടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അർജുനോട് പറയുന്നത്, അർജുന എന്തായാലും നേരായ മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്, അതുകൊണ്ട് നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനെ ആശ്വസിപ്പിക്കുകയാണ്. ഓക്കെ, ആ ശ്ലോകം നമുക്ക് നാളെ നോക്കാം. കണ്ണുകൾ അടച്ചു വെക്കാം, സുഖമായിട്ടിരിക്കൂ. നട്ടല് നിവർന്നിരിക്കുന്നു, കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഓം സം സമിത്യുവസേ വൃഷൻ അഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോവശൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവൗമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം
സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി. സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനി വഹ. സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധേഭ്യഃ. നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.